2013 സുധി എന്നെ ഒഫീഷ്യലി മാരേജ് ചെയ്യുന്നത്. ഇപ്പം നിലവിൽ സുധിയുടെ വൈഫല്ല. ഓക്കെ. ഞങ്ങൾ ഡിവോഴ്സ്ഡ് ആയിട്ട് ഒരു 6-7 വർഷമായി. കൊല്ലത്ത് കോടതിയിൽ വെച്ചിട്ടായിരുന്നു ഡിവോഴ്സ്ഡ് ആയത്. അതിന് കാരണം ഈ രേണു തന്നെയാണ്. എന്നെ അറിയാവുന്ന കുറെ ആൾക്കാരോട് രേണു പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഞങ്ങൾ ലിവിങ് ടുഗദർ സെറ്റപ്പ് ആയിരുന്നു. സുധി എന്നെ 1 വർഷം ഇങ്ങനെ കൊണ്ടു നടന്ന് അത്ര വളരെ മോശമായിട്ടാണ് അവള് പറയുന്നത്. എനിക്കിപ്പോ ഇതിലങ്ങനെ സംസാരിക്കാനായിട്ട് താല്പര്യമില്ല. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ കൊല്ലം സുധിയുടെ 2ാം ഭാര്യ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലം സുധി മൊത്തം 3 ഭാര്യമാരാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തെ ഭാര്യ മരിച്ചുപോയി, ശാലിനി എന്നാണ് അവരുടെ പേര്. അവർ മരിച്ചുപോയി. അതിലുള്ളതാണ് കിച്ചു എന്ന് പറയുന്ന ആ ഒരു കുഞ്ഞ്. ആ ഒരു ഭാര്യ മരിച്ചു. അതിനുശേഷം കല്യാണം കഴിച്ചത് ഒരാളെ കൂടെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അതും എന്താ പറയുക, ലീഗലി നല്ല രീതിയിൽ കല്യാണമായിട്ട് നടത്തിയതായിരുന്നു. അങ്ങനെ അതിനുശേഷം ആ ബന്ധം ഉപേക്ഷിച്ചിട്ടാണ് രേണുവിനെ കല്യാണം കഴിച്ചത്. അപ്പൊ എന്തായാലും ഇപ്പൊ ഈ 2ാം ഭാര്യ, 2ാമത്തെ കല്യാണം കഴിച്ച ആ ഒരു യുവതി രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ അവര് കുറച്ച് കാര്യങ്ങൾ കൊല്ലം സുധിയെ കുറിച്ചും ഈ പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലെ താരമായിട്ടുള്ള രേണു സുധിയെ കുറിച്ചും ചില നഗ്ന സത്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് 100% വിശ്വസിക്കാവോ എന്ന് ചോദിച്ചാൽ അറിയില്ല. എന്നാലും കുറച്ചൊക്കെ അവർ പറയുന്നത് കേട്ടിട്ട് സത്യസന്ധമാണ് എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് അവർ പറയുന്ന രേണു സുധിയെ കുറിച്ചും കൊല്ലം സുധിയെ കുറിച്ചൊക്കെ പറയുന്ന ചില കാര്യങ്ങളൊന്ന് കേൾക്കാം. അത് ഈ രേണു തന്നെയാണ് കാരണം. രേണുവിന്റെ കുറെ മെസ്സേജുകൾ ഞാൻ ഫോണിൽ കാണാനിടയായി. അപ്പം ഞാൻ ചോദിച്ചു, എന്നോട് കുറെ ആൾക്കാർ ഇത് ചോദിച്ചു. ഞാൻ പക്ഷെ ആരോടും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് ഇത് പറയുന്നത്. അത് പറയാൻ ഞാൻ അത്രയും നാണം കെട്ടത് കൊണ്ടാണ് പറയുന്നത്. അപ്പോഴ് പുള്ളിക്കാരത്തി ഇങ്ങനെ എല്ലാരോടും പറഞ്ഞു നടക്കാൻ തുടങ്ങി. ഇങ്ങനെ മെസ്സേജ് കണ്ടു. അന്ന് എന്റെ വീട്ടിലായിരുന്നു സുധിച്ചേട്ടൻ, ഞങ്ങൾ ഒരുമിച്ചുള്ളത്. ഞാനൊരു ടീമിൽ പ്രാക്ടീസിന് പോയിട്ട് തിരിച്ചു വന്നപ്പം ഫോണിലെ മെസ്സേജുകൾ കണ്ടു. പിന്നെ സുധിച്ചേട്ടൻ ഭയങ്കര മദ്യപാനമാണ്. മദ്യത്തിന് അഡിക്റ്റ് ആയിരുന്നു പുള്ളി. നോക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാശ് കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് നോക്കും പുള്ളി. കാശില്ലാന്നുണ്ടെങ്കിൽ എല്ലാരും കയ്യിൽ നിന്ന് കടം മേടിക്കും. എല്ലാരെയും വിളിച്ച് കടം മേടിച്ചെങ്കിലും പുള്ളി മദ്യപിക്കും. അങ്ങനെ ഞാൻ ഒരു ടീമിലേക്ക് റിഹേഴ്സലിന് പോയിട്ട് തിരിച്ചു വന്നപ്പം പുള്ളിക്കാരത്തിന്റെ മെസ്സേജ് കണ്ടു. അതിന് ആ മെസ്സേജുകൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാനൊന്നും മറന്നിട്ടില്ല. ഞാൻ എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ പുള്ളിക്കാരന്റെ വീട്ടിലാണ്. എന്റെ വീട്ടിൽ എന്റെ അമ്മ വെച്ച ഫുഡും കഴിച്ച് കിടന്നുറങ്ങുന്ന മനുഷ്യൻ പറയുന്നത് ഞാൻ എന്റെ വീട്ടിലാണ്. അപ്പൊ ആള് ചോദിക്കുന്നു, നിങ്ങൾ പിണക്കണോ? അല്ല, പിണങ്ങാതിരിക്കാൻ കൊണ്ടാക്കിയിരിക്കുവാണെന്നൊക്കെ പറഞ്ഞ് കുറെ ഡയലോഗും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് വന്നു. നിങ്ങളെ കുറിച്ചാണ് ചോദിക്കുന്നത്? അതായത് എന്നെ കുറിച്ച് പുള്ളിക്കാർക്ക് ചോദിക്കുമായിരുന്നു. ഓക്കെ. അറിയാമായിരുന്നു ഇന്നപോലെ കല്യാണം കഴിഞ്ഞതാണെന്ന് അറിയായിരുന്നു. അത് ഒരു കേസൊന്നും അല്ലായിരുന്നു, പല കേസുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് കുറച്ച് വൾഗറായിട്ടുള്ള മെസ്സേജുകൾ കണ്ടപ്പം അന്നാണ് എനിക്ക് വേണ്ട എന്നും പറഞ്ഞിട്ട് എന്റെ വീട്ടിൽ നിന്ന് എന്റെ പരിസരക്കാർക്കെല്ലാം അറിയാം. എന്റെ പരിസരക്കാരെല്ലാം വീട്ടിന്റെ ബഹളം കേട്ടിട്ട് വന്നു. ഞാൻ പൊക്കോളാൻ പറഞ്ഞു. അന്നാണ് ഞങ്ങള് പുള്ളി കുറെ പ്രാവശ്യം വന്നു കോംപ്രമൈസിന്. അപ്പം ചേട്ടനും ചേട്ടത്തിയൊക്കെ വിളിച്ചു ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. എന്താണ് അത്രമാത്രം ഹേർട്ട് ചെയ്യുന്ന മെസ്സേജുകൾ? കുറെ മെസ്സേജുകൾ ഉണ്ടായിരുന്നു ചേച്ചി. ഹേർട്ട് ചെയ്യുന്ന മെസ്സേജ്, എന്റെ കൂടെ കിടന്നുറങ്ങിയിട്ട് പുള്ളി പറയുന്നത്, പുള്ളി എന്റെ വീട്ടില് എന്റെ ബെഡില് എന്റെ റൂമിൽ കിടന്നുറങ്ങിയിട്ട് ഞാൻ എന്റെ വീട്ടിലും പുള്ളിയുടെ വീട്ടിലുമാണെന്നാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞിരുന്നേ, ആളിങ്ങോട്ട് അയച്ചേക്കുന്ന മെസ്സേജ്, ചേട്ടൻ എന്നെ കണ്ടിട്ട് പോകുമ്പോ എനിക്ക് ഭയങ്കര സങ്കടമാണ്, ചേട്ടൻ എന്റെ അടുത്തുള്ളപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. പിന്നെ അപ്പം പുള്ളിക്കാരൻ തിരിച്ചയച്ചിരിക്കുന്നു, എന്നേക്കാളും കൂടുതൽ ഫീൽഡിൽ ആൾക്കാരുമായിട്ട് അവൾക്ക് ബന്ധമുണ്ട്. അപ്പോ ഞാൻ എവിടെ പോകുന്നു എന്തിനു പോകുന്നു എന്ന് എനിക്ക് കള്ളം പറഞ്ഞിട്ട് വരാൻ പറ്റില്ല. അവള് നീ ഉദ്ദേശിക്കുന്ന ഒരാളല്ല. അവൾക്ക് ചുറ്റിനും ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. കാരണം ഞാനും ഫീൽഡ് തന്നെയാണല്ലോ. കള്ളം പറഞ്ഞ് എനിക്ക് ഇറങ്ങാനൊക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി കുറെ മെസ്സേജുകൾ അയക്കുന്നുണ്ടായിരുന്നു. അവളെങ്ങാനും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രോബ്ലം ആവും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇവര് ആക്ച്വലി വേറെ ബന്ധങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയൊക്കെ അയക്കുമ്പോഴത്തേന്. അങ്ങനെയാണ് എനിക്ക് ഭയങ്കര ഹേർട്ടായിട്ട് കുറെ മെസ്സേജ് അയച്ചു. കാരണം രാവിലെ കൂടി പുള്ളിക്ക് ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. രാവിലെ പുള്ളി മഴവിൽ മനോരമയുടെ എന്തോ ഷൂട്ടാണ്, ഞാൻ ഓർക്കുന്നില്ല. കഴിഞ്ഞിട്ട് വന്നു, ഞാൻ റിഹേഴ്സലിന് പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്റെ വണ്ടിയൊക്കെ അവിടെ വെച്ചിട്ട്
ഞാൻ ബസ് കയറിയാണ് പോയത്. അപ്പൊ രാവിലെ പുള്ളി ഉറങ്ങിക്കിടന്നപ്പോ നമ്മൾ അത്രയും സിൻസിയർ ആയിട്ട് ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോ പുള്ളി അടിച്ച് ഫിറ്റായിട്ട് കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പോഴാണ് ഈ മെസ്സേജസ് ഒക്കെ ഞാൻ കാണുന്നത്. അപ്പൊ നമുക്ക് ഹേർട്ടല്ലേ അത്. അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അപ്പൊ നിങ്ങളുമായിട്ട് കല്യാണം കഴിച്ചിരിക്കുമ്പോ തന്നെയാണ് ഈ വ്യക്തിയുമായി സുധിച്ചേട്ടന് ഇഷ്ടം ഉണ്ടാവുന്നത് അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അത് ഞങ്ങൾ ആ ലാസ്റ്റ് ടൈമിലാണ് ഞാൻ അറിയുന്നത്. എന്താല്ലേ, അയ്യോ വിശ്വസിക്കാനേ പറ്റുന്നില്ല. അയ്യോ, രേണുവിനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ഫാൻസൊക്കെ എവിടെ? എന്താല്ലേ പാവം, സുധിച്ചേട്ടന് വേണ്ടി അഭിനയിക്കുന്ന രേണു. ഒരു എന്താ പറയുക, ഇപ്പം ഈ ഒരു പെണ്ണ് സംസാരിച്ചതിൽ നിന്ന് എനിക്ക് തോന്നുന്നത് അവര് ലീഗലി വിവാഹം കഴിഞ്ഞതാണ്. രണ്ടാം ഭാര്യ എന്ന് പറയുന്ന ഇപ്പം സംസാരിച്ച ആ ഒരു സ്ത്രീയും കൊല്ലം സുധിയും തമ്മിൽ ലീഗലി കല്യാണം കഴിഞ്ഞതാണ്. എന്നിട്ടാണ് ഇപ്പോൾ ചില ഇന്റർവ്യൂലൊക്കെ രേണു വന്നിരുന്നിട്ട് പറഞ്ഞത് അവർ ലിവിങ് ടുഗദർ റിലേഷൻ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അവരുടെ ആ ഒരു ജീവിതത്തിലേക്ക് കടന്നു ചെന്നത് രേണു തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ രേണു പറയട്ടെ, എന്തുകൊണ്ട് രേണു ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല? ഇപ്പം എന്തായാലും ഇത് ഒരു ഭാഗം മാത്രമാണ് നമ്മൾ കണ്ടത്. ഇതിൻ്റെ അടുത്ത ഭാഗം വീഡിയോ ആയിട്ട് വരുമെന്ന് തന്നെ കരുതുന്നു. അപ്പോൾ എന്തായാലും ഇതിനൊരു എക്സ്പ്ലനേഷൻ രേണു തന്നെ നൽകണം. എങ്കിലേ നമുക്കിതിപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പെണ്ണ് പറയുന്നതിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു. എങ്കിലും രേണുവിന് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് രേണു പറയട്ടെ. അപ്പോൾ നമുക്ക് വിശ്വസിക്കാം ആര് പറയുന്നതാണ് ശരി, അല്ലെ ആര് പറയുന്നതാണ് കള്ളത്തരം എന്നുള്ളത് നമുക്ക് ഇവരുടെ രേണുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ കൂടി വരട്ടെ. അതിനുശേഷം നമുക്ക് എന്താ പറയുക തീരുമാനിക്കാം. ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഒരു വിഷയമായി മാറിയിരിക്കുന്നു. മിക്ക ആൾക്കാരും ഈ ഒരു വിഷയത്ത് റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാര്യ ഇത്രയും നാൾ എവിടെയായിരുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവരിപ്പോൾ വേറൊരാളെ കല്യാണം കഴിച്ച് അവരുടെ മക്കളുമായിട്ട് ജീവിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഇപ്പോൾ രേണു വന്നിട്ട് ചില ഇന്റർവ്യൂവിൽ പറഞ്ഞത് രണ്ടാമത്തെ ഭാര്യ അല്ല, അത് ശരിക്കും ഒരു ലിവിങ് ടുഗദർ റിലേഷൻ ആയിരുന്നു എന്ന് പറഞ്ഞത്. ആ ഒരു സംഭവം ഇപ്പൊ ഇവരുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഈ സംസാരിച്ച ആ ഒരു സ്ത്രീയുടെ ജീവിതത്തെയും അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തെ ബാധിക്കും. അതുകൊണ്ടാണ് അവർക്ക് അവരുടെ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് അവരിപ്പോ ഈ ഒരു സംഭവം പറഞ്ഞത്. ഇതിന്റെ മൊത്തത്തിലുള്ള വീഡിയോ കാണണം എന്നുള്ളവർക്ക് റീൽസ് റിയൽ മീഡിയ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഈ ഒരു സ്ത്രീ സംസാരിക്കുന്ന ഫുള്ള് റെക്കോർഡും കാര്യങ്ങളും ഉണ്ട്. സംശയമുള്ളവർക്ക് ഈ ചാനലിൽ പോയിട്ട് വീഡിയോ നോക്കാവുന്നതാണ്. എന്തായാലും ഇനിയിപ്പോ സോഷ്യൽ മീഡിയ താരം രേണു സുധിക്ക് പറയാനുള്ളത് എന്താണെന്ന് വരട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ചർച്ച ചെയ്യാം.